ഖത്തറിലുടനീളം മഴയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക നമസ്കാരം നടന്നു. രാവിലെ നടന്ന പ്രാർത്ഥനയിൽ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽഥാനി അടക്കമുള്ളവർ പങ്കെടുത്തു. രാജ്യത്തെ ഇസ്ലാം മത വിശ്വാസികൾ പ്രാർത്ഥനയിൽ പങ്കെടുക്കണമെന്ന് അമീർ ആഹ്വാനം ചെയ്തിരുന്നു. മുഹമ്മദ് അബ്ബാസ് ചേരുന്നുണ്ട്. അബ്ബാസ്, ഖത്തർ അമീർ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയതാണ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം എന്നുള്ളത്. എത്രത്തോളം ആളുകൾ പ്രാർത്ഥനയ്ക്കായി എത്തിയിരുന്നു? എങ്ങനെ നടന്നു ചടങ്ങ്? ഇന്നലെ രാത്രിയാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനി ഇവിടെ ഖത്തറിൽ മഴയ്ക്ക് വേണ്ടി ഇസ്ലാം മത വിശ്വാസികളോട് നമസ്കരിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നത്. ഇത് ഒരു പ്രവാചക ചര്യയിൽപ്പെട്ടതാണ്. മഴ കൂടുതൽ വൈകുന്ന നേരത്ത് അല്ലെങ്കിൽ വരൾച്ച ഉണ്ടാകുന്ന സമയത്തൊക്കെ സലാത്തുൽ ഇസ്തിസ്ക എന്നുള്ള പേരിൽ മഴയെ തേടിയുള്ള നിസ്കാരം എന്ന് പറയും. ഈ മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലുടനീളം നടക്കുന്നതാണ്. സൗദിയിൽ നടന്നിരുന്നു, കഴിഞ്ഞ വർഷം UAE നടന്നിരുന്നു, ഇപ്പോൾ ഖത്തറിൽ നടക്കുന്നു. ഇങ്ങനെ ഈ മഴ വൈകി വരുന്ന സമയത്താണ് ഇങ്ങനെ പ്രത്യേക പ്രാർത്ഥന നടക്കാറുള്ളത്. ഇന്നലെയാണ് ഖത്തർ അമീർ അതിനുവേണ്ടി ഇസ്ലാം മത വിശ്വാസികളോട് ആഹ്വാനം ചെയ്തിരുന്നത്. ഇന്ന് രാവിലെ 6:04 പ്രത്യേക പ്രാർത്ഥന ഉണ്ടായിരുന്നത്. ഖത്തർ അമീറും അതുപോലെ ഖത്തർ പ്രധാനമന്ത്രിയും മുതിർന്ന ഉദ്യോഗസ്ഥരും മന്ത്രിമാരും ഒക്കെ ഇന്നത്തെ ഈ നമസ്കാരത്തിൽ പങ്കെടുത്തു. ഇസ്ലാം മത വിശ്വാസികൾ ഒരുപാട് പേർ, ധാരാളം പേരും ഈ പ്രാർത്ഥനയുടെ ഭാഗമായി 124 സ്ഥലങ്ങളിലാണ്, പള്ളികളിലും മൈതാനങ്ങളിലും അടക്കം 124 സ്ഥലങ്ങളാണ് ഇതിന് പ്രത്യേകമായി ഒരുക്കിയിരുന്നത്. ഇത് ഇന്നലെ തന്നെ ഖത്തർ ഔഖാഫ് ഇസ്ലാമിക കാര്യ മന്ത്രാലയം ഈ സ്ഥലങ്ങളുടെയും മൈതാനങ്ങളുടെയും പള്ളികളുടെയും ഒക്കെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. ലുസൈലിലെ മൈതാനത്താണ് ഖത്തർ അമീർ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടത്. അതുപോലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, അദ്ദേഹത്തിൻ്റെ ബ്രദേഴ്സൊക്കെ ഇന്ന് ഈ നമസ്കാരത്തിൽ പങ്കുകൊണ്ടത്. ഏതായാലും മഴ കുറച്ച് മടിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രത്യേക ആഹ്വാനം ഖത്തർ അമീർ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നത്. അതിൻ്റെ ഭാഗമായി ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഇന്ന് നടന്ന പ്രാർത്ഥനയിൽ പങ്കാളികളായത്. ധന്യ. ശരി അബ്ബാസ്.